ഹായ് ഓൾ, ഇത് കണ്ടോ? ഇത് ഞങ്ങൾ ഒരു ക്ലാസ്സിന് പോയ ഒരു ക്യാമ്പിന് പോയ സ്ഥലമാണ്. ആ സ്ഥലത്ത് ശരിക്കും ഇത് ഇൻഡോറല്ല, ഔട്ട്ഡോറാണ്. ടൈലൊക്കെ പാകിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയറൊക്കെ അവിടെ വന്നിരിക്കും. മുകളിലൊക്കെ ചുറ്റും മരങ്ങൾ നിൽക്കുന്ന ആ ഇലകളാണ്. അതിങ്ങനെ മരങ്ങളും വള്ളികളൊക്കെ ഇങ്ങനെ മൂടി നിൽക്കും കേട്ടോ. നോക്കിക്കേ, മഴ പെയ്ത ടൈലെല്ലാം ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഷൈനിങ് ആയിട്ട് കിടക്കുമ്പോൾ എല്ലാ തരം ഇലകളും വലുതും ചെറുതും പഴുത്തതും പച്ചയും അങ്ങനെ ഇലകളും പല പൂക്കളൊക്കെ വീണ് എന്ത് ഭംഗിയായിട്ട് കിടക്കുന്നത്. നമ്മൾ മനുഷ്യർ എന്തൊക്കെ ചെയ്ത് ഭംഗിയാക്കിയാലും പ്രകൃതി നൽകുന്നൊരു ഭംഗിയുണ്ട്, അതൊന്ന് വേറെ തന്നെയാണ്. കാരണം അതിൻ്റെ പുറകിലെ കരങ്ങൾ ദൈവത്തിൻ്റെയാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങൾ പൂർണ്ണതയാവും. അത് കരങ്ങളും കൂടെ വരുമ്പോഴേ നമ്മുടെ ആ നേച്ചറിൻ്റെ ഭംഗി പൂർണ്ണതയിലാവുള്ളൂ. മറ്റേത് നമ്മളെല്ലാം അതൊക്കെ ചെയ്യും. നോക്കിയാൽ സ്റ്റില്ലെടുത്തതിൽ നോക്കിയാൽ ഫോട്ടോയിൽ എന്ത് ഭംഗിയാണ്, ഇലകളെല്ലാം കിടക്കുന്നു, പൂക്കളുടെ കിടക്കും, ചെറിയ ഇല, വലിയ ഇല, പഴുത്തത്, പച്ച, ഒക്കെ നല്ല ഭംഗി കാണാൻ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് ഞാനിതിങ്ങനെ ഇട്ടതെന്നാണ്. നല്ല രസമായിരുന്നു. നമുക്ക് അവിടെ നിന്ന് പോകാൻ ഇങ്ങോട്ട് തിരിച്ചു വരാൻ തോന്നത്തില്ലായിരുന്നു. നമ്മുടെ പ്രകൃതി നമ്മൾ നശിപ്പിക്കാതിരിക്കുക, കഴിയുന്നതും വൃക്ഷങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിക്കുക, അതിനെ പരിപാലിക്കുക, പക്ഷികളൊക്കെ വന്നിരിക്കാനുള്ള സ്പേസൊക്കെ കൊടുക്കുക. നല്ലതാണത്. നിറയെ കിളികളൊക്കെ അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ അതുങ്ങളുടെ ചിലക്കലും നല്ല രസമായിരുന്നു. ഭംഗി കണ്ടപ്പം ഒന്ന് വീഡിയോ എടുത്തതാണ്. അത് നിങ്ങൾക്കും ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. എനിക്ക് വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ചാനലൊക്കെ ഇങ്ങനെ വളർന്നു വരാനുള്ള കാര്യം. ഓക്കെ, ആ പ്രോത്സാഹനം നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഓടി വന്ന് കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.